ഹായ്, ഇത് നമ്മുടെ ഡൽഹിയിലെ രണ്ടാമത്തെ ദിവസം. നമ്മൾ കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിൽ എത്തിയത്. അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോസ് കാണാത്തവർ പോയി കാണുമ്പോൾ പറയും നമ്മൾ വന്ന വഴിയും ട്രെയിനിൻ്റെ കാര്യങ്ങളും അതുപോലെ നമ്മുടെ വീട് വരെ എത്തി വീട്ടിലെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചായിരുന്നു. ഇന്ന് നമ്മൾ ജസ്റ്റ് സ്ട്രീറ്റിലേക്ക് ഇറങ്ങി സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ പോകട്ടോ. ഇത് നമ്മളിത് വരുന്ന വഴിക്ക് കണ്ട സമൂസ ഉണ്ടാക്കുന്ന സ്ഥലം. മെയിനായിട്ട് നമ്മളിന്ന് ഇറങ്ങിയത് ഇവിടെ ഫേമസ് ആയിട്ട് ബിരിയാണി കിട്ടുന്നൊരു സ്ഥലമുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. വേറൊരു വ്ളോഗ് കണ്ടിട്ടാണ് കേട്ടോ നമുക്ക് മനസ്സിലായത് ഇതുപോലൊരു ഫേമസ് ഷോപ്പ് ഉണ്ടെന്ന്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ബിരിയാണി പോലെയല്ല, ഇതൊരു വെറൈറ്റി സാധനമാണ്. ഇതിൻ്റെ റൈസ് ഏകദേശം നമ്മൾ കാണുമ്പോൾ ഒരു ഫ്രൈഡ് റൈസ് പോലെയൊക്കെ ഇരിക്കും സാധനം കണ്ടോ. അപ്പോൾ ഇതിനകത്ത് ചിക്കനൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഇട്ടിട്ട് ചിക്കൻ സെപ്പറേറ്റ് എന്താ പറയുന്നത് വേറെ സ്പൈസസോ കാര്യങ്ങളോ ഒന്നും ചേർക്കാതെ ജസ്റ്റ് ഉപ്പ് മാത്രം ചേർത്തിട്ടൊന്ന് പുഴുങ്ങി വെച്ചിരിക്കുക. അതായത് കാണുമ്പോൾ അറിയാം കണ്ടോ. ഇവരുടെ ഈ ഷോപ്പ് ഇരിക്കുന്നത് മൈപ്പാൽപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് കേട്ടോ. ഇവരുടെ പേര് കണ്ടോ, ലസീസ് ബിരിയാണി കോർണർ എന്നാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇത് മാത്രമല്ല, ഇതുപോലുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലേക്ക് റെസ്റ്റോറൻറ്റ് പോലെയല്ല കേട്ടോ ഇവിടെ. നമ്മൾ പുറത്തൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ നിന്ന് പുറത്തേക്കുമ്പോൾ കാണാതെ വലിയൊരു കുടം പോലുള്ള സാധനം ഇങ്ങനെ വെച്ചിരിക്കും. ഇതിനകത്താണ് ഇവർ ബിരിയാണി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇവർക്ക് 4 ടൈപ്പ് ബിരിയാണി ഉണ്ട്. ഇതിനകത്തുണ്ട് ഒരു ലൈറ്റ് കളറേ ഉള്ളൂ, ലൈറ്റ് യെല്ലോ കളറാണ്. അതെന്ന് വെച്ചാൽ വലിയ സ്പൈസി അല്ലാത്ത എരി കുറഞ്ഞ ബിരിയാണി. ഇത് കണ്ടോ, നല്ല എരിയുള്ള സാധനമുണ്ട്, നല്ല കളർ നമുക്ക് ഫീൽ ചെയ്ത് കാണുമ്പോൾ. അതുപോലെ ഇതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് അതിനേക്കാളും എരി കുറച്ചും കൂടെ കുറവുള്ളത് ഒരു മീഡിയം സ്പൈസി. അപ്പോൾ നമ്മൾ മീഡിയം സ്പൈസിയാണ് ഇവിടെ ട്രൈ ചെയ്തത്. അതുപോലെ ബിരിയാണിയുടെ വിലയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹൈദരാബാദി ബിരിയാണിയാണ് നമ്മൾ ട്രൈ ചെയ്ത് 240 രൂപ 1 കിലോയ്ക്കാണ് ഇവർ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 70 രൂപ വെച്ച് 4 ക്വാർട്ടറാണ് മേടിച്ച്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം ഇങ്ങനെ ഇറങ്ങി നടന്നപ്പോഴാണ് ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതാണ് ഈ സാധനം. അതായത് ഒരു ജ്യൂസ് ഐറ്റം, ഫ്രഷ് ജ്യൂസ് അല്ല, എയറേറ്റഡ് ഡ്രിങ്ക് ആണ്. നമ്മുടെ സോഡ പോലെ ആ ഒരു 7 അപ്പ് ഒക്കെ മേടിച്ച് കുടിക്കത്തില്ല, അതുപോലെ പല ഫ്ലേവറിൽ 10 രൂപയ്ക്ക് 20 രൂപയ്ക്കൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. പിന്നെ നമ്മൾ വന്നത് നമ്മുടെ ഒരു കസിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ കാണിക്കാനാണ് ഞാൻ ഇങ്ങനെ ഇവരുടെ വീടിനകത്തേക്ക് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ അത് അകത്ത് നമ്മുടെ വീട്ടിലേക്കുള്ള ഒരു ലിവിങ് ഏരിയയൊക്കെ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇവിടുത്തെ ഭയങ്കര ഡിഫറൻസ് ആയിട്ട് നമുക്ക് തോന്നിയത് കണ്ടോ, ഇവരുടെ ഒരു പൂജാമുറി, ആ ഒരു വിളക്ക് കത്തിക്കുന്ന ഭാവവും കാര്യങ്ങളൊക്കെ ഉണ്ടോ നമുക്ക്. അതായത് ഹാളിൽ തന്നെ നമ്മുടെ ലിവിങ് റൂമിൽ തന്നെ ദൈവത്തിൻ്റെ വിഗ്രഹവും കാര്യങ്ങളും ഒക്കെ വെച്ച് നമുക്കിവിടെ ഒരു വിളക്കും കാര്യങ്ങളൊക്കെ വെച്ച് അവർക്ക് നമ്മൾ ഡിന്നർ കഴിക്കുന്നതിന് മുമ്പ്, അതായത് വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ അത് ദൈവത്തിന് നേദിക്കും. അങ്ങനെ ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊരു ചെറിയ പാത്രമൊക്കെ വെച്ചിട്ട് അവിടെ ഫുഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ അവരുടെ വീടിൻ്റെ ഭിത്തികളിലെല്ലാം ഫുള്ള് ദൈവത്തിൻ്റെ പടങ്ങളൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുക കേട്ടോ. അതുകൊണ്ട് ഇവിടെയാണ് ഇതുപോലെയാണ് ഇവിടുത്തെ എല്ലാ മിക്കവാറുള്ള വീടുകളിലെല്ലാം ഇതുപോലെയാണ്. അപ്പോൾ ഈ മാസം എന്തോ ഒരു സ്പെഷ്യൽ പൂജയുള്ളൊരു മാസമാണ് ഇവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും ആരും നോൺ വെജ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിക്കത്തില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്നപ്പോൾ തന്നെ നമ്മൾ അവരുടെ ഗസ്റ്റ് അല്ലേ, അപ്പോൾ നമ്മൾ കസിൻ്റെ അവരുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലാണ് പോയത്. അപ്പോൾ അവർ നമുക്ക് വേണ്ടി സ്പെഷ്യൽ ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, റൊട്ടിയും കാര്യങ്ങളൊക്കെ. ഇത് കണ്ടോ, നമ്മുടെയൊക്കെ നാട്ടിലെ കേരളത്തിലെ ഫുഡ് പോലെ ഡൽഹിയിലെ നോർത്ത് ഇന്ത്യൻ ഡിഷാണ് കേട്ടോ ഈ ഇരിക്കുന്നതൊക്കെ. ഇത് എന്തൊക്കെയാണെന്ന് ഇവർ പറഞ്ഞു തരും. ഓരോന്ന് പറഞ്ഞു എന്തൊക്കെയാണ്. പാലക് പനീർ, ആലു ഗോബി. ഇതെന്തോ അച്ചാറ്, മാംഗോ, ഇത് റൊട്ടി. ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ്, ഹോംലി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ അകത്ത് ബെഡ്റൂമിലേക്ക് ആയിട്ടോ കയറിയിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്, നല്ല ക്ലൈമറ്റ് ഇപ്പോൾ നല്ല ചൂടാണ്. ജൂലൈ ഓഗസ്റ്റ് മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ AC ഒക്കെ ഇട്ടിട്ട് ഇവരുടെ റൂമിനകത്ത് കയറി നമ്മൾ ഇവിടുത്തെ കുഞ്ഞു കുട്ടിയായിട്ട് ഇവിടെ ചെണ്ട കൊട്ടുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ പിള്ളേർ ഒത്തിരി ഉണ്ട് കേട്ടോ, ഒത്തിരി പിള്ളേരുണ്ട്. അതുപോലെ ഇവിടുത്തെ കൾച്ചറും കാര്യങ്ങളും കഥകളും ഒക്കെ നമുക്കിങ്ങനെ പറഞ്ഞു തരാം കേട്ടോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. मेथी का टेस्ट अलग है, मेथी ज्यादा है, बाकी सब सेम है, स्वीट है, मेथी का टेस्ट अलग है. इधर मैंने बनाया गाना गा हां बजा रहे मुंह के अंदर गाना गाने के लिए दुनिया सो जा जगा. അപ്പോൾ നമ്മളവിടെ പിള്ളേരൊക്കെ ആയിട്ട് കുറച്ച് പാട്ട് കച്ചേരിയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു 11:30 ആയിട്ടോ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇവിടെ നേരെ നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇനി നാളെ മുതലാണ് നമ്മൾ ഡൽഹിയിലുള്ള മറ്റുള്ള ടൂറിസ്റ്റ് പ്ലേസസ് ഒക്കെ കാണാൻ പോകുന്നതും. അപ്പോൾ അവിടുത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ നാളെ തൊട്ട് നമ്മുടെ ചാനലിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. യാത്ര ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട.